ഞാൻ അന്ന രാജു, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവർ. എല്ലാവരെ പോലെയും എല്ലാം തൊഴിലെടുത്ത് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എൻ്റെ ആഗ്രഹം ഒരു സ്ത്രീയായി തന്നെ ജീവിക്കാനാണ്. നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടെ എത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അന്ന എന്നുള്ള പേര് എനിക്ക് പണ്ട് മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ അന്നാന്ന് പേരിട്ടു, വണ്ടിക്ക് ഞാൻ അന്നാന്ന് തന്നെ പേരിട്ടു. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോട് പോരാടി ഇന്ന് തൻ്റെ ജോലിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ഡ്രൈവിംഗ് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. പിന്നെ ഓട്ടോ ഓടിക്കാൻ നേരത്തെ അറിയായിരുന്നു. ട്രാൻസ് വുമൺ ആയാൽ പിന്നെ ഈ ഒരു തൊഴിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ഓട്ടോയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ മെയിൽ കാറ്റഗറിയിലാണ് കിടന്നത്. അത് പിന്നെ ഫീമെയിലിലേക്ക് മാറ്റാൻ വേണ്ടി ബാക്കി പ്രൂഫുകളൊക്കെ മാറ്റിയേക്കാൾ ഒരുപാട് റിസ്ക് വന്നു. പിന്നെ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഫീമെയിൽ കാറ്റഗറിയിലേക്ക് ലൈസൻസ് 2 ദിവസത്തിനുള്ളിൽ മാറ്റി കിട്ടി. അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടൊരു തീരുമാനം എടുത്ത് ഓട്ടോ മേടിക്കണം എന്ന് തന്നെ തീരുമാനം. ഒരു 4 മാസമായി ലൈസൻസ് തിരുത്തി കിട്ടിയിട്ട്. ഒരു 3.5 മാസത്തോളമായി വണ്ടി ഓടാൻ തുടങ്ങിയിട്ട്. ഞാൻ ആലുവ, കളമശ്ശേരി, ഇടപ്പള്ളി ഭാഗങ്ങളിലാണ് കൂടുതലും എൻ്റെ കറങ്ങി ഓട്ടമാണ്. അപ്പോൾ കൂടുതലും ഓട്ടം ആ ഭാഗത്തേക്കൂടെയാണ്. ചെറുപ്പം മുതലേ ഒരു പെണ്ണായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ തലയിൽ എപ്പോഴും തോർത്ത് കെട്ടി മുടി കെട്ടും പോലെ കെട്ടുമായിരുന്നു. കമ്മൽ, ചേച്ചിമാരെ കമ്മലൊക്കെ ഇട്ട് നോക്കാൻ പറ്റുമെന്ന് നോക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അന്നൊന്നും നമുക്ക് ആ ഐഡൻറ്റിറ്റി വിളിച്ച് പറയാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ മാക്സിമം പിടിച്ചു നോക്കി. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേട്ട് പോന്നു. അങ്ങനത്തെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വലിയൊരു വിഷമമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ ഒരു ചേർത്ത് നിർത്തലും കൂടി വളരെയധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓട്ടോ ഞാൻ സ്വന്തമായിട്ട് എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ചില കാരണങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ ആൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ പേരിൽ വണ്ടി എടുത്ത് തന്നു. ഇനി എനിക്കൊരു വലിയ ആഗ്രഹം ഈ വണ്ടി തന്നെ പൈസ കൊടുത്ത് സ്വന്തമായിട്ട് മേടിക്കണമെന്ന് തന്നെയാണ്. ഒരു കൊച്ചു വീടും കൂടി സ്വന്തമായിട്ട് വേണമെന്ന് വലിയൊരു ആഗ്രഹവും കൂടി ഉണ്ട്. പല ഭാഗത്തുനിന്നും കല്ലുപറക്കിയറൊക്കെ ഉണ്ടാകും. പക്ഷെ അതിലൊന്നും വീണ് പോകാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് എത്താൻ അത് കുറേ റിസ്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ പകുതിയിൽ വെച്ച് അവസാനിപ്പിച്ച് പോകണമെന്നുള്ള ചിന്തയൊക്കെ ഒരുപാട് കയറി വരുന്നതായിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടെ എത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇവിടം വരെ വന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നും എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം സാമൂഹ്യനീതി വകുപ്പിലായാലും വണ്ടിയുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പം പോലീസിലായാലും എല്ലായിടത്തും ഡ്രൈവിംഗ് പോസ്റ്റുകളിലേക്കൊക്കെ ഞങ്ങളെയും പരിഗണിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ ഞങ്ങളെയും കൂടി സ്വീകരിക്കാൻ സർക്കാരും ആളുകളും തയ്യാറാകണം. നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ കൃത്യമായി എത്തിക്കാൻ ഇവിടെ കൊച്ചിയിൽ ഈ 2 അന്നമാരും ഉണ്ട്. അപ്പോൾ ഇനിയുള്ള യാത്രകൾ പ്രതീക്ഷകളുടേതാവട്ടെ.